ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിനെന്തൊക്കെയാ വേണ്ടത് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുതിര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകി നമ്മൾ ഒരു രാത്രി കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുതിരാൻ വെക്കണം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കുക്കറിലോട്ട് ഈ വെള്ളം അടക്കം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വിസിലെല്ലാം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരമുറി തേങ്ങേൻ്റെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിയെല്ലാം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ.